ഓം ശാന്തി 10-3-2024 അവ്യക്ത ബാപ്ദാദ റിവൈസ് കോഴ്സ് 13-2-1999. മുരളിയുടെ ടൈറ്റിലാണ് ശിവ അവതരണവും എക്കോണമിയുടെ അവതാരവും. ഇന്ന് ശിവബാബ തന്റെ അതിസ്നേഹികളും മധുരമധുരവുമായ സാളിഗ്രാമ കുട്ടികളുമായി മിലനം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ശിവന്റെയും സാളിഗ്രാമങ്ങളുടെയും വിശേഷ ദിവസമാണ്. ബാബയ്ക്ക് കുട്ടികളെ കണ്ട് സന്തോഷം തോന്നുന്നു. കാരണം അച്ഛൻ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. കുട്ടികൾ പറയുന്നു, ഞങ്ങൾ അച്ഛന്റെ ജന്മദിനം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ബാബയ്ക്കും സന്തോഷമാണ്, കുട്ടികൾക്കും സന്തോഷമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ജന്മദിനം മുഴുവൻ കൽപ്പത്തിലും വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ഒരു ജന്മദിനം മറ്റാർക്കും ആഘോഷിക്കാൻ സാധിക്കുന്നില്ല. അച്ഛനും മക്കൾക്കും ഒരേപോലെ ഒരേ സമയം ജന്മദിനം ആഘോഷിക്കുന്നു. ഇത് മറ്റൊരു സമയത്തും മറ്റാർക്കും സംഭവിക്കുന്നില്ല. അതിനാൽ ബാപ്ദാദ കുട്ടികൾക്ക് കോടാനുകോടി ആശംസകൾ നൽകുന്നു. കുട്ടികളുടെ ആശംസകൾ അമൃതവേള മുതൽ വളരെ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ ബാപ്ദാദയുടെ അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ബാപ്ദാദ ഇത്രയും കുട്ടികളെ സാളിഗ്രാമങ്ങളെ കണ്ട് ഈ സന്തോഷത്തിന്റെ ഗീതം ഹൃദയത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ആഹാ, തിരികെ കിട്ടിയ മക്കളെ, ആഹാ ആഹാ, അതിസ്നേഹി മക്കളെ, ആഹാ ആഹാ, അലൗകിക ജന്മം, അലൗകിക ജന്മദിനം ആഘോഷിക്കുന്നവരെ, ആഹാ. ബാപ്ദാദ ഓരോ കുട്ടികൾക്ക് വേണ്ടിയും ആഹാ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. കാരണം ലോകം മുഴുവനുമുള്ള അത്രയും ആത്മാക്കളിൽ നിന്നും നിങ്ങൾ ഇത്രയും കുറച്ചു മക്കൾ കോടാനുകോടി ഭാഗ്യശാലികളായി മാറിയിരിക്കുന്നു. തുടർന്നും ഭാഗ്യശാലികളായി ഇരിക്കുകയും ചെയ്യും. പകുതി കൽപ്പം അമരഭാഗ്യവാന്മാരായിരിക്കും. ഒരു ജന്മത്തേക്കുള്ള വരദാനമല്ല, അനേക ജന്മം അമര വരദാനികളായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് തന്റെ സ്വമാനം എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുണ്ട്. ഈ അലൗകിക ജന്മദിനത്തിന്റെ അല്ലെങ്കിൽ അലൗകിക ജന്മത്തിന്റെ അനശ്വര അവകാശം ബാബ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നൽകുന്നു. ജനന സമയം തന്നെ സ്മൃതിയുടെ ശ്രേഷ്ഠ തിലകവും ബാബ കുട്ടികൾക്ക് നൽകുന്നു. തിലകവും ഇട്ടിട്ടില്ലേ? ബ്രാഹ്മണ ജീവിതമാണെങ്കിൽ തിലകവും അവിനാശിയാണ്. ബ്രാഹ്മണരുടെ നെറ്റിത്തടത്തിലെ തിലകം ഇത് ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ അടയാളമാണ്. നിങ്ങളെല്ലാവരും 4 ഭാഗത്തുമുള്ള കുട്ടികൾ ദൂരെ ഇരുന്നും വളരെ ഉണർവിലും ഉത്സാഹത്തിലും വേറിട്ടതും സ്നേഹം നിറഞ്ഞതുമായ ഈ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ആഘോഷിക്കുന്നില്ലേ? ബാബ ഞങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു, ഞങ്ങൾ ബാബയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന സന്തോഷത്തിലാണ് എല്ലാവരും. എത്ര സന്തോഷമാണ്! സന്തോഷം അളക്കാൻ സാധിക്കുമോ? അളവുണ്ടോ? ഈ ലോകത്ത് ഈ അലൗകിക സന്തോഷം അളക്കാനുള്ള യാതൊരു സാധനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സാഗരത്തോളം സന്തോഷമുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാലോ? എങ്കിൽ എന്തു പറയും? സാഗരമൊന്നുമല്ല. ശരി, ആകാശത്തോളം. ആകാശത്തെക്കാൾ ഉയരത്തിലല്ലേ നിങ്ങളുടെ വീട്? നിങ്ങളുടെ സൂക്ഷ്മവതനം, അതിൽ ഒരു കോലളവും ഇല്ല, ഉണ്ടാക്കാനും കഴിയില്ല. ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ബ്രാക്കറ്റിൽ എല്ലാവരും കൈയടിച്ചു. സന്തോഷമുണ്ട്. ഇതിലെല്ലാവരും കൈയുയർത്തി. ആശംസകൾ. ഇനി രണ്ടാമത്തെ ചോദ്യം.
ബ്രാക്കറ്റിൽ എല്ലാവർക്കും മനസ്സിലായെന്ന പോലെ എല്ലാവരും ചിരിച്ചു. ബാബ് ദാദ ഓരോ കുട്ടിയെയും സദാ വിടർന്നു നിൽക്കുന്ന ആത്മീയ റോസാ പുഷ്പമായി കാണാൻ ആഗ്രഹിക്കുന്നു. പകുതി വിടർന്നതല്ല, സദാ മുഴുവൻ വിടർന്നത്. വിടർന്ന പുഷ്പം എത്ര പ്രിയപ്പെട്ടതാണ്. കാണുമ്പോഴേ സന്തോഷം തോന്നും. ഒന്ന് വാടിപ്പോയാൽ എന്തു ചെയ്യും? മാറ്റിവെക്കും. ബാബ് ദാദ മാറ്റി നിർത്തുന്നില്ല, അവർ സ്വയം മാറിപ്പോകുന്നു. ഇന്ന് ആഘോഷത്തിന്റെ ദിവസമല്ലേ? മുരളി സദാ കേൾക്കുന്നുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടെ മനസ്സിൽ നൃത്തം ചെയ്യൂ, പാടൂ. മനസ്സുകൊണ്ട് നൃത്തം ചെയ്യൂ, കാലുകൾ കൊണ്ടല്ല. കാലുകൾ കൊണ്ട് നൃത്തം ചെയ്താൽ ബഹളമാകും. എന്നാൽ ബാബ് ദാദ കാണുന്നുണ്ട്, കുട്ടികൾ നൃത്തം ചെയ്യുന്നുമുണ്ട്. മധുരമധുരമായ ബാബയുടെ മഹിമയും തന്റെ അലൗകിക മഹിമയുടെ ഗീതവും പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ സ്വരം ബാബയുടെ അടുക്കൽ എത്തുന്നുണ്ട്. എല്ലാ ദേശങ്ങളിൽ നിന്നും ശബ്ദം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാബയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബയും അവരുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബയും പറയുന്നു, വിശ്വത്തിലെ വളരെ വളരെ സ്നേഹി കുട്ടികളെ, നന്നായി നൃത്തം ചെയ്യൂ, ധാരാളം പാടൂ. വേറെ എന്താണ് ജോലി? ബ്രാഹ്മണരുടെ ജോലി എന്താണ്? യോഗം ചെയ്യുക. എന്നാൽ എന്താണ്? ബുദ്ധിമുട്ടുണ്ടോ? യോഗം എന്നതിന്റെ അർത്ഥം തന്നെ ആത്മാ പരമാത്മാ മിലനം എന്നാണ്. കൂടിക്കാഴ്ചകൾ നടക്കുമ്പോൾ എന്താണ് ഉണ്ടാകാറ്? സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്നു. ബാബയുടെ മഹിമയുടെ മധുരമധുരമായ ഗീതങ്ങൾ ഹൃദയം തനിയെ പാടുന്നു. ബ്രാഹ്മണരുടെ ജോലി തന്നെ ഇതാണ്. പാടിക്കൊണ്ടിരിക്കൂ, നൃത്തം ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിന് പ്രയാസമുണ്ടോ? ആടാനും പാടാനും പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. പ്രയാസമുള്ളവർ കൈ ഉയർത്തൂ. ഇപ്പോൾ ആടുന്നതിന്റെയും പാടുന്നതിന്റെയും കാലമാണ്. എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? ആടൂ, പാടൂ. എളുപ്പമല്ലേ? എളുപ്പമാണെങ്കിൽ തലയിളക്കൂ. പ്രയാസമില്ലല്ലോ അല്ലേ? മനഃപൂർവം സഹജമായതിൽ നിന്ന് പ്രയാസത്തിലേക്ക് പോകുകയാണ്. പ്രയാസമേ ഇല്ല, വളരെ സഹജമാണ്. കാരണം ബാബയ്ക്കറിയാം, പകുതി കൽപ്പം പ്രയാസമുള്ള ജീവിതം ജീവിച്ചു. അതിനാൽ ഈ സമയം സഹജമാണ്. പ്രയാസമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടെ പ്രയാസം തോന്നുന്നുണ്ടോ? ആരെങ്കിലും പോകെ പോകെ വഴിമറന്ന് വേറെ വഴിയിലൂടെ പോയാൽ പ്രയാസമാകില്ലേ? ജ്ഞാനത്തിന്റെ മാർഗം പ്രയാസമുള്ളതല്ല. ബ്രാഹ്മണ ജീവിതവും പ്രയാസമുള്ളതല്ല. ബ്രാഹ്മണന് പകരം ക്ഷത്രിയനായാൽ ക്ഷത്രിയന്റെ ജോലിയാണ് ഉണ്ടാവുക. യുദ്ധം ചെയ്യുക, വഴക്കിടുക. അത് പ്രയാസം തന്നെ ആയിരിക്കില്ലേ? യുദ്ധം ചെയ്യുക പ്രയാസമാണ്, ഉല്ലസിച്ച് നടക്കൽ സഹജമാണ്. ഡബിൾ വിദേശികൾ ഉല്ലസിച്ച് നടക്കുന്നവരല്ലേ? ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ഉല്ലാസത്തിലല്ലേ? അവിടെ പോയാൽ വാടിപ്പോകില്ലല്ലോ. നോക്കൂ, ഇന്നത്തെ ശിവജയന്തിയുടെ മഹത്വം 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ ദിവസം വ്രതമെടുക്കുന്നു. ഡബിൾ വിദേശികൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഭാരതത്തിൽ മാത്രമാണ് ആഘോഷിക്കുന്നത്. അതിനാൽ ഈ ദിവസത്തിന്റെ മഹത്വമാണ് വ്രതമെടുക്കുക. രണ്ടാമത്തേത്, ഉണർന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും വ്രതമെടുത്തില്ലേ? ഉറച്ച വ്രതമല്ലേ? അതോ ഇടയ്ക്ക് ഇളകുന്നതും ഇടയ്ക്ക് ഉറച്ചതുമാണോ? ഉറപ്പില്ലാത്ത വസ്തുക്കൾ നല്ലതായിരിക്കില്ല. ഉറപ്പുള്ള വസ്തുക്കളെല്ലാം വളരെ നല്ലതല്ലേ? എങ്കിൽ ഏത് വ്രതമാണ് എടുത്തത്? ബാബ്ദാദ ഏറ്റവും ആദ്യം തന്ന വ്രതം ഏതാണ്? സ്മൃതിയുടെ തിലകം ചാർത്തിയപ്പോൾ
ഏറ്റവും ആദ്യം എടുത്ത വ്രതം ഏതാണ്? ഓർമ്മയില്ലേ? സമ്പൂർണ്ണ പവിത്ര ഭവ. ബാബ പറഞ്ഞു, കുട്ടികൾ ധാരണ ചെയ്തു. പവിത്രതയുടെ വ്രതം വെറും ബ്രഹ്മചര്യ വ്രതം മാത്രമല്ല, എന്നാൽ ബ്രഹ്മസമാനം ഓരോ സങ്കല്പം, വാക്ക്, കർമ്മം ഇവയിൽ പവിത്രത. ഇവരെയാണ് ബ്രഹ്മചാരി എന്നും ബ്രഹ്മചാരി എന്നും പറയുന്നത്. ഓരോ വാക്കിലും പവിത്രതയുടെ വൈബ്രേഷൻ അടങ്ങിയിരിക്കും. ഓരോ സങ്കല്പത്തിലും പവിത്രതയുടെ മഹത്വം ഉണ്ടായിരിക്കും. ഓരോ കർമ്മത്തിലും കർമ്മത്തിന്റെയും യോഗത്തിന്റെയും, അതായത് കർമ്മയോഗിയുടെ അനുഭവം ഉണ്ടായിരിക്കും. ഇവരെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ബ്രഹ്മബാബയെ നോക്കൂ, ഓരോ വാക്കും മഹാവാക്യം, സാധാരണ വാക്കുകളല്ല. കാരണം അവരുടെ ജന്മം തന്നെ സാധാരണമല്ല, അലൗകികമാണ്. അലൗകികതയുടെ അർത്ഥം തന്നെ പവിത്രത എന്നാണ്. എങ്കിൽ ദിവസവും രാത്രി സ്വയം തന്റെ ടീച്ചറായി പരിശോധിക്കൂ. തന്റെ ശതമാനമനുസരിച്ച് സ്വയം തനിക്ക് തന്നെ മാർക്ക് നൽകൂ. 100% എന്നാൽ ഓരോ ദിവസവും സ്വയം തന്നെ നോക്കൂ. മറ്റുള്ളവരെ നോക്കരുത്. തനിക്ക് പകരം മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാപ്ദാദ കാണുന്നുണ്ട്. അത് സഹജമാണ്. എങ്കിൽ ഇന്നത്തെ ദിവസം സങ്കല്പം, വാക്ക്, കർമ്മം എത്ര ശതമാനമാണ് എന്ന് സ്വയത്തിൽ നോക്കൂ. നിങ്ങൾ കുട്ടികൾ ഈ വർഷം 4 ഭാഗത്തും എന്ത് സന്ദേശമാണ് നൽകിയത്? എല്ലാ പരിപാടികളിലും പരിവർത്തനം എന്ന് കേട്ടിരുന്നു. അവിടെയും ഇവിടെയുമെല്ലാം പ്രഭാഷണം നടത്തിയപ്പോൾ പരിവർത്തനം എന്ന വിഷയത്തിൽ വളരെ നന്നായി പ്രഭാഷണം നടത്തിയിരുന്നു. ഈ വർഷം 4 ഭാഗത്തുമുള്ള സേവനങ്ങളിൽ മറ്റുള്ളവർക്കും പരിവർത്തനത്തിന്റെ ലക്ഷ്യം ഗംഭീരമായി നൽകിയിട്ടുണ്ട്. ബാപ്ദാദ സന്തോഷിക്കുന്നു. ഓരോ ദിവസവും ശതമാനത്തിൽ എന്ത് പരിവർത്തനം വന്നു എന്ന് നിങ്ങൾ ദിവസവും സ്വയത്തിലും ചെക്ക് ചെയ്യൂ. പരിവർത്തനം ഉയരുന്ന കലയിലാണ്, ഇറങ്ങുന്ന കലയിലല്ല. ബാപ്ദാദയും ഓരോ കുട്ടിയുടെയും ചാർട്ട് നോക്കുന്നുണ്ട്. എല്ലാ കുട്ടിയുടെയും നോക്കുമോ അതോ വിശേഷപ്പെട്ട കുട്ടികളുടെ മാത്രം നോക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ബാപ്ദാദ എല്ലാ കുട്ടികളുടെയും ചാർട്ട് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. ദിവസവും നോക്കുന്നില്ല, എങ്കിൽ ഇടയ്ക്കിടെ. അവർ ലാസ്റ്റിൽ ഉള്ളവരായാലും ഫസ്റ്റിലുള്ളവരായാലും. എല്ലാവരും ചിരിക്കുകയാണെങ്കിൽ ബാപ്ദാദ കേൾപ്പിക്കട്ടെ എന്താ ചാർട്ട് എന്ന്. ഇന്നത്തെ ദിവസം ആഘോഷത്തിന്റേതാണ്, അതിനാൽ കേൾപ്പിക്കുന്നില്ല. എന്നാൽ ഇനി മുന്നോട്ടേക്കുള്ള സൂചന നൽകുന്നു. ഇന്നത്തെ ദിവസം വ്രതം എടുക്കുന്നതിന്റെ അല്ലെങ്കിൽ ദൃഢസങ്കല്പം എടുക്കുന്നതിന്റേതാണ്. സത്യസന്ധരായ ഭക്തർ വ്രതം ഒരിക്കലും മുറിക്കില്ല. അതിനാൽ ബാപ്ദാദ വീണ്ടും മുന്നോട്ടുള്ള സൂചന നൽകുന്നു. ഇപ്പോഴും ആദ്യ അടിത്തറയായ സങ്കല്പശക്തി ഇടയ്ക്കിടെ വേസ്റ്റ് ആകുന്നു. നെഗറ്റീവ് വേസ്റ്റിനേക്കാൾ അല്പം കുറവാണ്. ഈ സങ്കല്പശക്തിയുടെ ഉപയോഗം എത്ര സ്വയത്തെ പ്രതിയും വിശ്വത്തെ പ്രതിയും ചെയ്യേണ്ടതുണ്ടോ അത്രയും കൂടുതൽ വർദ്ധിപ്പിക്കൂ. കാരണം സങ്കല്പത്തിന്റെ ആധാരത്തിലാണ് വാക്കും കർമ്മവും ഉണ്ടാകുന്നത്. അതിനാൽ സങ്കല്പശക്തിയുടെ പരിവർത്തനം ചെയ്യൂ. എന്ത് വേസ്റ്റും നെഗറ്റീവുമാണോ വരുന്നത് അവയെ പരിവർത്തനപ്പെടുത്തി വിശ്വമംഗള കാര്യങ്ങളിൽ ഉപയോഗിക്കൂ. ബാപ്ദാദ സങ്കല്പത്തിന്റെ ഖജനാവ് സർവശ്രേഷ്ഠമായി കണക്കാക്കുന്നു. അതിനാൽ സങ്കല്പശക്തിയുടെ ഖജനാവിനെ പ്രതി എക്കണോമിയുടെ അവതാരമായി മാറൂ. ഇന്നത്തെ ദിവസം അവതരണ ദിവസം എന്ന് പറയുന്നു. അതിനാൽ ബാപ്ദാദയ്ക്ക് എല്ലാ കുട്ടികളെ പ്രതിയും ഈ ശുഭ ആശയാണുള്ളത്. അതായത് ഇന്നത്തെ ദിവസം ശിവ അവതരണത്തോടൊപ്പം നിങ്ങളെല്ലാവരും എക്കോണമിയുടെ അവതാരമായി മാറൂ.
സങ്കല്പത്തിൽ എക്കോണമി എന്നാൽ വേസ്റ്റിൽ നിന്ന് മുക്തം. എങ്കിൽ മറ്റെല്ലാ ഖജനാവുകളും തനിയെ മുക്തമാകും. അപ്പോൾ 99 എന്ത് സംഭവിക്കും? 99 തുടങ്ങി. 99 എന്ത് സംഭവിക്കും എന്ന് മുൻപ് ചിന്തിച്ചിരുന്നോ? എന്തെങ്കിലും സംഭവിച്ചോ? ഫെബ്രുവരി വന്നു. ഇനി ഉണ്ടായാൽ തന്നെ നിങ്ങൾക്കെന്താണ്? നിങ്ങൾക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഭയമുണ്ടോ? എന്തു സംഭവിക്കും എന്ന ഭയമുണ്ടോ? നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ. ലോകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിർഭയരായി ഹർഷിത മുഖത്തോടെ കളി കണ്ടുകൊണ്ടിരിക്കണം. കളിയിൽ രക്തവും കാണപ്പെടും, സ്നേഹവും കാണും. യുദ്ധം കാണുമെങ്കിലും നല്ല കാര്യങ്ങളും കാണും. എങ്കിൽ കളിയിൽ ഭയം തോന്നാറുണ്ടോ? എന്തു സംഭവിക്കും? എന്തുണ്ടായി ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? രസിച്ചിരുന്ന് കാണും. എങ്കിൽ ഇതും പരിധിയില്ലാത്ത കളിയാണ്. അല്പമെങ്കിലും ഭയമോ തളർച്ചയോ ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കും? ഇങ്ങനെ ഉണ്ടാകരുതായിരുന്നു, ഇങ്ങനെയും ഉണ്ടാകുമോ? ഇപ്രകാരമാണ് ചിന്തയെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥിതിയുള്ളവരുടെ മേൽ ഇഫക്റ്റ് വരും. ഏറ്റവും നല്ലതിലും വെച്ച് നല്ല സ്ഥിതിയിലും മോശമായ സ്ഥിതിയിലും സ്വയം പ്രശ്നങ്ങളിലേക്ക് പോകും, ഇളക്കങ്ങളിൽ വരും. അതിനാൽ 99 വന്നാലും 2000 വന്നാലും നിങ്ങൾക്കെന്താ? കളി നടക്കട്ടെ, ആസ്വദിച്ചു കാണൂ. പേടിക്കരുത്. അയ്യോ, ഇതെന്ത് സംഭവിച്ചു? സങ്കല്പത്തിൽ പോലും വരരുത്. എല്ലാവരും ചോദിക്കുന്നു, 99 എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ല. ബാബ്ദാദ പറയുന്നു, നിങ്ങൾ കുട്ടികൾ തന്നെയാണ് നന്നായി വൃത്തിയാക്കുന്ന സേവനം പ്രകൃതിക്ക് നൽകിയത്. വളരെ നീളത്തിലുള്ള ചൂലും നൽകിയിട്ടുണ്ട്. വൃത്തിയാക്കൂ. പിന്നെ ഭയക്കുന്നത് എന്തിന്? നിങ്ങളുടെ ഓർഡർ പ്രകാരം വൃത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇളക്കത്തിൽ വരണം? നിങ്ങൾ തന്നെയാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെയെങ്കിൽ അചഞ്ചലരായി മനസ്സിനെയും ബുദ്ധിയെയും പരിപൂർണമായും ശക്തിശാലിയാക്കി അചഞ്ചല സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. പ്രകൃതിയുടെ കളി കണ്ടുകൊണ്ട് നടക്കൂ. ഭയപ്പെടരുത്. നിങ്ങൾ അലൗകികരാണ്, സാധാരണക്കാരല്ല. സാധാരണ ജനങ്ങൾ ഇളക്കത്തിൽ വരും, ഭയപ്പെടും. അലൗകികരും മാസ്റ്റർ സർവശക്തിവാൻമാരുമായ ആത്മാക്കൾ കളി കണ്ടുകൊണ്ടും സ്വയം വിശ്വമംഗള കാര്യത്തിൽ ബിസിയായിരിക്കും. മനസ്സും ബുദ്ധിയും ഫ്രീയാക്കി വെക്കുകയാണെങ്കിൽ ഭയപ്പെടും. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ലൈറ്റ് ഹൌസ് ആകൂ. ലൈറ്റ് വ്യാപിപ്പിക്കും. ഈ കാര്യത്തിൽ ബിസിയായിരിക്കുകയാണെങ്കിൽ ബിസിയായ ആത്മാക്കൾക്ക് ഭയമുണ്ടാകില്ല, സാക്ഷി സ്ഥിതിയിലായിരിക്കും. ഇനി മറ്റെന്തെങ്കിലും ഇളക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും തന്റെ ബുദ്ധി സദാ ക്ലിയറാക്കി വെക്കണം. എന്തുകൊണ്ട് എന്ന് ബുദ്ധിയെ ബിസിയാക്കി വെക്കരുത്, നിറച്ചു വെക്കരുത്, കാലിയാക്കി വെക്കണം. ഒരു ബാബയും ജ്ഞാനം. അപ്പോൾ സമയമനുസരിച്ച് പത്രമോ ടെലിഫോണോ ടിവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും സാധനമോ ഇവയൊന്നും കിട്ടിയില്ലെങ്കിലും ബാബയുടെ നിർദ്ദേശങ്ങൾ വ്യക്തമായി പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ സയൻസിന്റെ സാധനങ്ങളെ ഒരിക്കലും ആധാരമായി എടുക്കരുത്. ഉപയോഗിച്ചുകൊള്ളൂ, എന്നാൽ തന്റെ ജീവിതം സാധനങ്ങളുടെ ആധാരത്തിലാക്കി മാറ്റരുത്. ചിലപ്പോഴെല്ലാം സയൻസിന്റെ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കാറില്ല. അതിനാൽ സൈലൻസിന്റെ സാധനം എവിടെയാണെങ്കിലും എങ്ങനെയുള്ള പരിതസ്ഥിതിയാണെങ്കിലും വളരെ സ്പഷ്ടമായും വളരെ വേഗത്തിലും കർമ്മത്തിൽ വരും. എന്നാൽ തന്റെ ബുദ്ധിയുടെ ലൈൻ വളരെ ക്ലിയർ ആക്കി വെക്കണം. മനസ്സിലായോ?
വളരെ വേഗം സ്വർണിമയുഗം വരട്ടെ എന്ന് നിങ്ങൾ തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്. എങ്കിൽ സ്വർണിമയുഗത്തിന് ഈ ശുദ്ധീകരണം ആവശ്യമല്ലേ? അതിനാൽ പ്രകൃതി നന്നായി ശുദ്ധമാക്കും. എങ്കിൽ ഇന്നത്തെ ദിവസം സങ്കല്പമല്ല, ദൃഢസങ്കല്പം എടുത്തില്ലേ? എക്കോണമിയുടെ അവതാരമായി മാറുക തന്നെ വേണം. സങ്കല്പത്തിലായാലും വാക്കുകളിലാണെങ്കിലും സാധാരണ കർമ്മങ്ങളിലാണെങ്കിലും എക്കോണമി. ഇനി രണ്ടാമത്തെ കാര്യം, ബുദ്ധി സദാ ക്ലിയറാക്കി വെക്കണം. ഏതിനെയാണോ ബാബ്ദാദ മറ്റൊരു ശബ്ദത്തിൽ പറയുന്നത്, സത്യമായ ഹൃദയത്തിൽ സാഹബ് ഇരിക്കുന്നു. സത്യമായ ഹൃദയം, ശുദ്ധമായ ഹൃദയം. ഇപ്പോഴത്തെ സമയമനുസരിച്ച് സത്യതയും ശുദ്ധതയും ആവശ്യമാണ്. ഹൃദയത്തിൽ സത്യത, പരിവാരത്തിൽ സത്യത, ബാബയിലും സത്യത. മനസ്സിലായോ? ഇന്നത്തെ ദിവസം പറയാനുള്ളതായിരുന്നില്ല, എന്നാൽ പറഞ്ഞുപോയി. ബാബ്ദാദയ്ക്ക് സ്നേഹമല്ലേ? അതിനാൽ അല്പം പോലും കുറവ് ബാബ്ദാദ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാബ്ദാദ സദാ ഓരോ കുട്ടിയും തനിക്ക് സമാനം സമ്പൂർണമായി കാണാൻ ആഗ്രഹിക്കുന്നു. 4 ഭാഗത്തും ഇളക്കങ്ങളാണ്. പ്രകൃതിയുടെ എല്ലാ തത്വങ്ങളും വളരെ ഇളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗം പോലും ഇളക്കങ്ങളിൽ നിന്ന് മുക്തമല്ല. വ്യക്തികൾക്കും പ്രശ്നങ്ങളാണ്, പ്രകൃതിയിലും പ്രശ്നങ്ങൾ. ഇപ്രകാരം സൃഷ്ടിയുടെ 4 ഭാഗത്തും പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? സുരക്ഷയുടെ സാധനം എന്താണ്? സെക്കൻഡിൽ സ്വയത്തെ വിദേഹി, അശരീരി അല്ലെങ്കിൽ ആത്മാ അഭിമാനിയാക്കി മാറ്റുകയാണെങ്കിൽ ഇളക്കങ്ങളിലും അചഞ്ചലരായി ഇരിക്കാൻ സാധിക്കും. ഇതിന് സമയമെടുക്കില്ലല്ലോ. എന്ത് സംഭവിക്കും? ഇപ്പോൾ തന്നെ ശ്രമിച്ചു നോക്കൂ. ഒരു സെക്കൻഡിൽ മനസ്സിനെയും ബുദ്ധിയെയും എവിടെ ആഗ്രഹിക്കുന്നോ അവിടെ നിർത്താൻ സാധിക്കുന്നുണ്ടോ? ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ഇതിനെയാണ് സാധന എന്ന് പറയുന്നത്. ശരി, ദേശവിദേശത്തിലെ 4 ഭാഗത്തുമുള്ള ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന ആത്മാക്കൾക്ക്, സദാ സ്വയത്തെ ബ്രഹ്മചാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിപ്പിക്കുന്ന സ്നേഹിയും സഹയോഗിയുമായ കുട്ടികൾക്ക്, സദാ ഏകനാമിയും എക്കോണമിയും കാര്യങ്ങളിൽ പ്രയോഗിക്കുന്ന ധൈര്യശാലിയായ മക്കൾക്ക്, സദാ ഇളക്കങ്ങളിലും അചഞ്ചലരായിരിക്കുന്ന നിർഭയ ആത്മാക്കൾക്ക്, സദാ ഉല്ലസിച്ചു നടക്കുന്നവർക്ക്, ബാബയുടെ സമീപമിരിക്കുന്ന കുട്ടികൾക്ക് സ്നേഹസ്മരണയും നമസ്തേയും. കുട്ടികളുടെ കാർഡുകൾ ലഭിച്ചു. ബാബ്ദാദ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ജന്മദിനത്തിന്റെ കാർഡുകളും വിദേശത്തുള്ളവർ സ്നേഹത്തിന്റെ ദിവസത്തിന്റെ കാർഡുകളും അയച്ചിട്ടുണ്ട്. അതിനാൽ സ്നേഹസാഗരനായ ബാബ ശിവരാത്രിയോടൊപ്പം സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന ദിവസത്തിന്റെയും ആശംസകൾ നൽകുന്നു. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. 4 ഭാഗത്തുമുള്ള ദേശം, പട്ടണം, ഗ്രാമം, 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക്, ഏറ്റവും ആദ്യം ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് സ്നേഹസ്മരണയും ആശംസകളും. കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. എത്ര ആശംസകൾ നൽകി? നിങ്ങൾക്ക് എത്ര ധാരണ ചെയ്യാൻ സാധിക്കുമോ അതിനേക്കാൾ കൂടുതൽ ആശംസകൾ. വരദാനം: സ്നേഹത്തിന്റെയും നവീനതയുടെയും അതോറിറ്റിയായി സമർപ്പിതമാകുന്ന മഹാനാത്മാവായി ഭവിക്കട്ടെ. ആര് സമ്പർക്കത്തിൽ വരുന്നുവോ അവരെ ഇങ്ങനെയുള്ള സംബന്ധത്തിൽ കൊണ്ടുവരൂ. ആര് സമ്പർക്കത്തിൽ വരുന്നുവോ അവരെ സംബന്ധത്തിലേക്ക് കൊണ്ടുവരൂ. സംബന്ധത്തിൽ വന്ന് വന്ന് സമർപ്പണ ബുദ്ധിയായി തീരണം. എന്നിട്ട് പറയണം, എന്ത് ബാബ പറഞ്ഞുവോ അത് തന്നെയാണ് സത്യം.
ഇതിനെയാണ് പറയുന്നത് സമർപ്പണ ബുദ്ധി എന്ന്. പിന്നീട് അവരുടെ ചോദ്യങ്ങളെല്ലാം അവസാനിക്കും. ഇവരുടെ ജ്ഞാനം നല്ലതാണ് എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, എന്നാൽ ഇത് പുതിയ ലോകം കൊണ്ടുവരുന്ന പുതിയ ജ്ഞാനമാണ്. ഈ സ്വരം ഉയരുമ്പോൾ കുംഭകർണന്മാർ ഉണരും. എങ്കിൽ നവീനതയുടെ മഹാനതയിലൂടെ, സ്നേഹത്തിന്റെയും അതോറിറ്റിയുടെയും ബാലൻസിലൂടെ ഇപ്രകാരം സമർപ്പിതരാക്കൂ. അപ്പോൾ പറയാം മൈക്ക് തയ്യാറായി എന്ന്. സ്ലോഗൻ: ഒരു പരമാത്മാവിന്റെ സ്നേഹിയാകൂ, എങ്കിൽ വിശ്വത്തിന്റെ സ്നേഹിയാകും. ഓം ശാന്തി.